അങ്ങനെ ഇപ്പൊ ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലേഡി ആയതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് കാണും അതോ? അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓൾറെഡി ഈ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി കേരളത്തിൽ ഭയങ്കര മൊണോപ്പൊളിയാണ്. വളരെ കുറച്ച് തമ്മിൽ കുറച്ച് പേരെ ഇതിനകത്തുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളിങ്ങും ഇതിനകത്ത് കൂടുതലാണ്. അങ്ങനെ ഇതിപ്പോ ബേസിക്കലി ഈ സംഭവം പറഞ്ഞാൽ ഭയങ്കര ടയറിങ് അല്ലേ? ഇപ്പൊ നിങ്ങൾ 9 to 5 ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാൾ സ്ട്രെസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുത്തിട്ടില്ലേ? ഒരു ലൈക്ക് രാത്രിയിലൊക്കെ ഇരുന്ന് പണി സ്ട്രീം ചെയ്യും പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടയറിങ് അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഞാൻ ആദ്യം സ്ട്രീമിങ് തുടങ്ങിയപ്പോൾ ഒരു 100-120 ദിവസത്തോളം ഞാൻ കണ്ടിന്യൂ സ്ട്രീമിംഗ് ആയിരുന്നു. അതായത് നമുക്ക് 6 മുതൽ 7 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ചെയ്യും, ആരുണ്ടെങ്കിലും ഇല്ലേലും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഹാപ്പിനെസ് ഇതിന് വർക്കൗട്ട് ആയി കഴിയുവാണെങ്കിൽ എനിക്ക് നാളൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടി തന്നെ. ബാങ്ക് ജോലി എടുക്കുമ്പം ഞാൻ സെയിൽ ചെയ്താലും ഞാൻ എടുക്കുന്ന പണിയുടെ 10% ഉള്ളൂ എൻ്റെ സാലറി. പക്ഷെ ഇത് ഞാൻ എടുക്കുന്ന ജോലിക്കുള്ള എനിക്ക് കിട്ടുമല്ലോ. എനിക്ക് ജോലിയായിട്ടും തോന്നാറില്ല.